നമ്മളിപ്പോൾ നോക്കുമ്പോൾ ഒരു 100 ഗ്രാം എടുക്കുകയാണെങ്കിൽ അതിലൊരു 250 കിലോ കാലറി എനർജി ഉണ്ട്. അതുപോലെ 26 ഗ്രാമോളം പ്രോട്ടീനുണ്ട്, പിന്നെ 15 ഗ്രാമോളം ഫാറ്റ് ഉണ്ട്. അപ്പോൾ അതുപോലെ തന്നെ സിങ്ക് ഉണ്ട്, ഫോസ്ഫറസ് ഉണ്ട്, അയൺ കണ്ടൻ്റ് ഉണ്ട്. അതുപോലെ തന്നെ വിറ്റമിൻസ് പറയുകയാണെങ്കിൽ ബി ഉണ്ട്, B12, B7, B1, B2 അങ്ങനത്തെ എല്ലാ ടൈപ്പ് ഓഫ് വിറ്റമിനും ഇതിനകത്ത് അടങ്ങുന്നുണ്ട്. സ്ഥിരമായിട്ട് നമ്മളിപ്പോൾ ഒരു ആൾ ബീഫ് കഴിക്കുവാണെങ്കിലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഈ LDL അതിൽ ഹൈ സാച്ചുറേറ്റഡ് ഫാറ്റ് ഉണ്ട്. അപ്പോൾ ഈ LDL നമ്മുടെ കൊളസ്ട്രോളിൽ LDL എന്ന് പറഞ്ഞ സാധനം നന്നായിട്ട് കൂടാനുള്ള ചാൻസസ് ഉണ്ട്. സ്ഥിരമായിട്ട് ബീഫ് കഴിക്കുന്ന ഒരാളുടെ LDL ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ വളരെ കൂടുതലായിരിക്കും അത്. അപ്പോൾ നമുക്കത് പൊതുവേ തന്നെ അറിയാം, LDL നമ്മുടെ ശരീരത്തിൽ കൂടിക്കഴിഞ്ഞാൽ പ്രശ്നമാണ്. പക്ഷേ നമ്മൾ രുചിയുടെ ആ ഒരു കാരണം ഇത് നമ്മൾ കഴിക്കും. സ്ഥിരമായിട്ട് കഴിക്കുന്നവരായിരിക്കും, അവർക്കിത് ഇല്ലാതെ പറ്റില്ല എന്നുള്ളവരൊക്കെ ആയിരിക്കും. അപ്പോൾ നമ്മൾ ഒരിക്കലും രുചിയുടെ ഒരു കാരണത്താൽ നമ്മുടെ ഹൃദയത്തിനെ പ്രശ്നത്തിലാക്കാൻ പാടില്ല. അപ്പോൾ നമ്മൾ അതൊന്ന് ശ്രദ്ധിച്ചിട്ട് വേണം ഈ ബീഫ് സ്ഥിരമായിട്ട് കഴിക്കാൻ.